നമസ്കാരം. പ്രധാന വാർത്തകൾ. ആഡംബര കാറുകളിൽ കഞ്ചാവ് കടത്ത്. മണ്ണാർക്കാട് സ്വദേശികളായ 4 യുവാക്കൾ വാളയാറിൽ അറസ്റ്റിൽ. 25 കിലോ കഞ്ചാവ് പിടികൂടി. ഒറ്റപ്പാലത്ത് വ്യാപാരിയെ ആക്രമിച്ച കേസിൽ 4 യുവാക്കൾ പിടിയിൽ. സാമ്പത്തിക ഇടപാടിനെ ചൊല്ലിയുള്ള തർക്കത്തിൽ യുവാവിനെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി മർദ്ദിച്ച കേസിൽ 4 പേർ പെരിന്തൽമണ്ണയിൽ അറസ്റ്റ്. ഓണത്തെ വരവേറ്റ് സപ്ലൈകോയും. വെളിച്ചെണ്ണ ഉൾപ്പെടെയുള്ള സബ്സിഡി സാധനങ്ങൾ എത്തിയതോടെ സപ്ലൈകോ സ്റ്റോറുകളിൽ തിരക്കേറി. എല്ലാ ജില്ലകളിലും ഓണം ഫെയറുകൾക്കും തുടക്കം. ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ ബ്ലഡ് ബാങ്കിന് അനുമതി. രക്തം വിതരണം ചെയ്യുന്നതിനും ദാനം ചെയ്യുന്നതിനും സൗകര്യമുണ്ടാകും. നടപ്പായത് ദീർഘകാലത്തെ ജനങ്ങളുടെ ആവശ്യം. ചെർപ്പുളശ്ശേരിയിൽ ട്രാഫിക് പരിഷ്കരണം നടപ്പാക്കാൻ നഗരസഭ. നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും സ്വരൂപിക്കാൻ യോഗം വിളിച്ചു. നഗര നവീകരണം ഉദ്ഘാടനത്തിന് മുന്നോടിയായി പരിഷ്കാരം നടപ്പാക്കിയേക്കും. വിശദമായ വാർത്തകളിലേക്ക്. ആഡംബര കാറുകളായ BMW, ഹോണ്ട സിറ്റി കാറുകളിൽ കടത്തിയ 25 കിലോ കഞ്ചാവുമായി യുവാക്കൾ വാളയാറിൽ അറസ്റ്റിൽ. മണ്ണാർക്കാട് സ്വദേശികളായ 4 യുവാക്കളാണ് അറസ്റ്റിലായത്. മണ്ണാർക്കാട് ചോമേരി ഗാർഡനിൽ പൂത്രത്തൊടി വീട്ടിൽ സായൂൺ ഷംസ്, പയ്യനടം നെച്ചുള്ളി അരക്കുപറമ്പിൽ മുഹമ്മദ് റാഷിദ്, നെച്ചുള്ളി പോട്ടൂർ വീട്ടിൽ മുഹമ്മദ് ഷിയാസ്, നെച്ചുള്ളി ഒടാല വീട്ടിൽ ഷഹീർ എന്നിവരാണ് പിടിയിലായത്. വാളയാറിലെ നാരോ ബ്രിഡ്ജിന് സമീപം പോലീസിന്റെ വാഹന പരിശോധനയ്ക്കിടെയാണ് പ്രതികൾ പിടിയിലായത്. ഇവരിൽ നിന്ന് 26 കിലോ കഞ്ചാവ് പിടിച്ചെടുത്തു. യുവാക്കൾ സഞ്ചരിച്ച ആഡംബര കാറുകളും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. പ്രതികൾ പരിശോധനയിൽ നിന്ന് ഒഴിവാകാനാണ് ആഡംബര കാറുകൾ ഉപയോഗിക്കുന്നതെന്ന് പോലീസ് പറഞ്ഞു. ഒറ്റപ്പാലത്ത് വ്യാപാരിയെ ആക്രമിച്ച കേസിൽ 4 യുവാക്കൾ പിടിയിൽ. പൈങ്കുളം സ്വദേശികളായ നജീബ്, നിഷാദ്, ബിനീഷ്, ചേലക്കര സ്വദേശി അബ്ദുൾ റഹ്മാൻ എന്നിവരാണ് പോലീസിന്റെ പിടിയിലായത്. കണ്ണിയമ്പുറം സ്വദേശി പ്രവീൺ ബാബുവിന് നേരെയായിരുന്നു ആക്രമണം. ആഗസ്റ്റ് 22 രാത്രി നഗരസഭാ ബസ് സ്റ്റാൻഡിലെ 1-ാം നിലയിൽ വെച്ചായിരുന്നു ആക്രമണം. ഇരുമ്പുറാട് ഉപയോഗിച്ചുള്ള ആക്രമണത്തിൽ പ്രവീണിന്റെ ഇടത് കണ്ണിനും താടിയെല്ലുകൾക്കും പരിക്കേറ്റു. ആദ്യം ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിലും തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരുന്നു. എറണാകുളത്ത് പച്ചക്കറി കച്ചവടം നടത്തി വരികയാണ് പ്രവീൺ ബാബു. സംഭവത്തിൽ ഒരാഴ്ച മുമ്പ് ഒറ്റപ്പാലം നഗരസഭാ ബസ് സ്റ്റാൻഡിന് സമീപം നിന്നിരുന്ന പ്രവീണിനോട് നജീബ് അസഭ്യം പറഞ്ഞിരുന്നു. 22-ാം തീയതി ഉച്ചയോടെ വീണ്ടും ഇരുവരും തമ്മിൽ വാക്കുതർക്കം ഉണ്ടായതിനെ തുടർന്ന് രാത്രിയിൽ നജീബ് കൂട്ടാളികളുമായി എത്തി പ്രവീൺ ബാബുവിനെ ആക്രമിക്കുകയായിരുന്നു. സാമ്പത്തിക ഇടപാടിനെ ചൊല്ലി യുവാവിനെ ഫോൺ ചെയ്ത് വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി മർദ്ദിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിച്ച കേസിൽ 4 യുവാക്കളെ പെരിന്തൽമണ്ണ പോലീസ് അറസ്റ്റ് ചെയ്തു. കുന്നപ്പള്ളി സ്വദേശി കിളിയം വളപ്പിൽ സുരേഷിനെ മർദ്ദിച്ച കേസിലാണ് യുവാക്കളെ അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ഞായറാഴ്ച വൈകിട്ടാണ് സംഭവം. ഫോൺ ചെയ്ത ശേഷം യുവാവിനെ വീട്ടിൽ നിന്നും ഇറക്കിക്കൊണ്ടുപോയി ഗുരുതരമായി മർദ്ദിക്കുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. പെരിന്തൽമണ്ണ സർക്കിൾ ഇൻസ്പെക്ടർ സുമേഷ് സുധാകരന്റെ നേതൃത്വത്തിൽ 4 പേരെയും പോലീസ് അറസ്റ്റ് ചെയ്തു. പെരിന്തൽമണ്ണ തേക്കിൻകോട് സ്വദേശികളായ പുതുക്കുടി വീട്ടിൽ മുഹമ്മദ് സാഹിർ, മാണിക്കോത്ത് നിതിൻ, കുന്നപ്പള്ളി അടിവാരം കൊണ്ടപ്പുറത്ത് വീട്ടിൽ മുഹമ്മദ് റാഷിഖ്, അങ്ങാടിപ്പുറം പാലാട്ടുതൊടി വീട്ടിൽ അബൂബക്കർ സിദ്ദിഖ് എന്നിവരാണ് അറസ്റ്റിലായത്. ജൂബിലി വട്ടപ്പാറയിലെത്തിച്ച് പ്രതികളിൽപ്പെട്ട ബാബുവും നിതിനും ചേർന്ന് മാരകായുധങ്ങൾ ഉപയോഗിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിച്ചതായാണ് കേസ്. പട്ടികവടികൾ കൊണ്ടും മരവടികൾ കൊണ്ടുമാണ് ഉപദ്രവിച്ചതെന്ന് പോലീസ് പറഞ്ഞു. സുരേഷ് പെരിന്തൽമണ്ണ മൗലാന സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. പ്രതികൾ വാഹനത്തിൽ രക്ഷപ്പെടുന്നതിനിടെ വടക്കാഞ്ചേരിയിൽ പോലീസ് വാഹനം കൈകാണിച്ചു നിർത്തി പെരിന്തൽമണ്ണ പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു. ഇതേ തുടർന്നാണ് മുഹമ്മദ് സാഹർ, നിതിൻ, അബൂബക്കർ സിദ്ദിഖ് എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തത്. മുഹമ്മദ് റാഷിഖിന് സ്റ്റേഷനിൽ ഹാജരാവാൻ നോട്ടീസ് നൽകി അറസ്റ്റ് ചെയ്യുകയായിരുന്നു. 4 പ്രതികളെയും സുരേഷ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പിടിയിലായ പി മുഹമ്മദ് സാഹിർ, നിതിൻ, മുഹമ്മദ് റാഷിഖ് എന്നിവരുടെ പേരിൽ നിലവിൽ പെരിന്തൽമണ്ണ പോലീസ് സ്റ്റേഷനിൽ കേസുകളുണ്ടെന്ന് പോലീസ് പറഞ്ഞു. രേഖകളില്ലാതെ കടത്തിയ 8 ലക്ഷം രൂപ പോലീസ് പിടികൂടി. കൊടുവള്ളി വാവാട് സ്വദേശി വലിയോട്ടിൻകര വീട്ടിൽ മുഹമ്മദിനെ പെരിന്തൽമണ്ണ പോലീസ് അറസ്റ്റ് ചെയ്തു. രേഖകളില്ലാതെ KSRTC ബസ്സിൽ കടത്തുകയായിരുന്ന 8 ലക്ഷം രൂപയുമായാണ് കൊടുവള്ളി വാവാട് സ്വദേശി വലിയോട്ടിൻകര വീട്ടിൽ മുഹമ്മദിനെ പെരിന്തൽമണ്ണ പോലീസ് പിടികൂടിയത്. മലപ്പുറം ജില്ലാ പോലീസ് മേധാവി R. വിശ്വനാഥന്റെ നിർദ്ദേശപ്രകാരം ഓണത്തോടനുബന്ധിച്ച് നടത്തിയ പ്രത്യേക പരിശോധനയിലാണ് പണം പിടിച്ചെടുത്തത്. ശരീരത്തിൽ ഒളിപ്പിച്ച് അനധികൃതമായി കടത്തിയ പണമാണ് പിടികൂടിയത്. പെരിന്തൽമണ്ണ DYSP A. പ്രേംജിത്ത്, പോലീസ് ഇൻസ്പെക്ടർ സുമേഷ് സുധാകർ എന്നിവരുടെ നേതൃത്വത്തിൽ സബ് ഇൻസ്പെക്ടർ ഷുഹൈബും ഡാൻസർ സംഘവും ചേർന്നാണ് പരിശോധന നടത്തിയത്. ഓണത്തെ വരവേറ്റ് സപ്ലൈകോ സ്റ്റോറുകളും. ചെർപ്പുളശ്ശേരിയിലെ സപ്ലൈകോ സൂപ്പർ മാർക്കറ്റിൽ വൻ ജനത്തിരക്കാണ് ഓണമെത്തിയതോടെ അനുഭവപ്പെടുന്നത്. വെളിച്ചെണ്ണ ഉൾപ്പെടെയുള്ള സബ്സിഡി ഇനങ്ങളും സ്റ്റോക്ക് എത്തിയതോടെ ഉപഭോക്താക്കളും ഹാപ്പിയാണ്. കാണം വിറ്റും ഓണം ഉണ്ണണമെന്നാണ് ചൊല്ല്.
ഓണം സമൃദ്ധമായി ആഘോഷിക്കാൻ ഓഫറുകളും വിലക്കിഴിവുമെല്ലാമായാണ് സപ്ലൈകോയും തയ്യാറായിട്ടുള്ളത്. സപ്ലൈകോയുടെ ഓണം സ്പെഷ്യൽ ക്യാമ്പയിനുകളും സംസ്ഥാനത്ത് ഇതിനോടകം സജീവമായി കഴിഞ്ഞു. അത്തന്നാൾ മുതൽ തന്നെ സപ്ലൈകോ സ്റ്റോറുകളിൽ കച്ചവടം പൊടിപൊടിക്കുകയാണ്. ചെർപ്പളശ്ശേരിയിലെ സപ്ലൈകോ സൂപ്പർ മാർക്കറ്റിൽ വൻ ജനത്തിരക്കാണ് ഓണമെത്തിയതോടെ അനുഭവപ്പെടുന്നത്. ഇതിനോടകം വിൽപ്പനയിൽ സംസ്ഥാനതലത്തിൽ 10ാം റാങ്കിലേക്ക് ഉയരാൻ ചെർപ്പളശ്ശേരിയിലെ സപ്ലൈകോ സൂപ്പർ മാർക്കറ്റിന് സാധിച്ചിട്ടുണ്ട്. അരി, പഞ്ചസാര, വെളിച്ചെണ്ണ ഉൾപ്പെടെയുള്ള 13 സബ്സിഡി ഇനങ്ങളടക്കം എല്ലാ സാധനങ്ങളും സപ്ലൈകോ സ്റ്റോറുകളിൽ ആവശ്യത്തിന് സ്റ്റോക്ക് എത്തിയിട്ടുണ്ട്. ഓണായിട്ട് ചെർപ്പളശ്ശേരി സപ്ലൈകോയിൽ ഇപ്പോൾ നമുക്ക് അറിയാം മുഴുവൻ സബ്സിഡി സാധനങ്ങളും ഇപ്പോൾ അവൈലബിൾ ആണ്. പ്രധാനമായിട്ടും ഈ സമയത്ത് നമ്മൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം വെളിച്ചെണ്ണയുടെ വിലയായിരുന്നു. അപ്പോൾ നമ്മൾ ഒറ്റപ്പാലം ഡിപ്പോൻ്റെ കീഴിലാണ് ഈ ഔട്ട്ലെറ്റ് വരുന്നത്. ഒറ്റപ്പാലം ഡിപ്പോയുടെ കീഴിൽ വരുന്ന ഔട്ട്ലെറ്റാണ്. അവിടെ ഏകദേശം 1,20,000 പാക്കറ്റ് വെളിച്ചെണ്ണ പർച്ചേസ് ഓർഡർ ആയിട്ട്, അതായത് നമ്മൾ ഈ ഓണ സമയത്ത് 1,20,000 പാക്കറ്റ് വെളിച്ചെണ്ണയാണ് സപ്ലൈകോയിലെ ഒറ്റപ്പാലം ഡിപ്പോയിലെ വിവിധ ഔട്ട്ലെറ്റുകൾ വഴി വിതരണം ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് തന്നെ ഒരിക്കലും സ്റ്റോക്ക് ഔട്ട് ആകാത്ത രീതിയിൽ സ്റ്റോക്കുകൾ വന്നിട്ടുണ്ട്. ഇനി ഇത് കഴിഞ്ഞാൽ വരാൻ അവിടെ ഡിപ്പോയിൽ സ്റ്റോക്ക് ഉണ്ട്. വെളിച്ചെണ്ണയുടെ സ്റ്റോക്കിനെ കുറിച്ചോ വേറെ എല്ലാ അരിയൊക്കെ ആവശ്യത്തിന് സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഡിപ്പോയിൽ അത്യാവശ്യം സ്റ്റോക്ക് ഉണ്ട്. പിന്നെ പ്രശ്നം എന്താ, തിരക്ക് കണ്ടില്ലേ, നമുക്ക് കേരളത്തിൽ തന്നെ ഏകദേശം 8-9 സ്ഥാനത്താണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ ഡെയിലി നമുക്ക് ഇതിലറിയാൻ പറ്റും. ചെർപ്പളശ്ശേരിയുടെ സ്റ്റാറ്റസ് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെയൊക്കെ 10ാം സ്ഥാനത്തായിരുന്നു കേരളത്തിൽ. അതായത് നമ്മൾ പാലക്കാട് ജില്ലയല്ല, കേരളത്തിൽ തന്നെ അത്രയും വിൽപ്പനയാണ്. നമുക്ക് ഭയങ്കര തിരക്കാണ്. നമ്മൾ രാവിലെ നേരത്തെ 7 മണിക്കൊക്കെ വന്നിട്ടാണ് നമ്മൾ സ്റ്റാഫുകൾ പാക്ക് ചെയ്ത് തുടങ്ങുന്നത്. അപ്പോൾ അത്രയും ഇത് കുറേ കാലമായിട്ട് ഇപ്പം ഇത് ഈ ഒരു 2 ദിവസം മാത്രമല്ല, ഈ ഓണം ഈ മാസം ആദ്യം മുതൽ തന്നെ നല്ല തിരക്കുണ്ട്. നമുക്ക് ഏകദേശം ഒരു 48 ലക്ഷം രൂപയുടെ അടുത്ത് സെയിലായിട്ടുണ്ട്. ഇപ്പോൾ സ്റ്റോക്ക് ഔട്ടുള്ള സാധനം നല്ല പച്ചരി അടക്കം FCIന്ന് OMS പച്ചരി പ്രഖ്യാപിച്ചടക്കം നമ്മുടെ അടുത്ത് വന്നിട്ടുണ്ട്. മുന്നെടുപ്പ് നടത്തിയിട്ടുണ്ട്. കാരണം അത്യാവശ്യം പർച്ചേസ് ഓർഡർ നമ്മൾ 1 മാസം മുന്നേ തന്നെ ഇന്ത്യൻ്റെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് കറക്റ്റായി കൊടുത്തു. ആ സാധനങ്ങളൊക്കെ വന്ന് ഇപ്പോൾ ഒന്നും സ്റ്റോക്ക് ഔട്ടില്ല. മല്ലി, മുളക് എല്ലാ സാധനവും സ്റ്റോക്ക് ഔട്ടുണ്ട്. അങ്ങനെ പദ്ധതികളെന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്കറിയാം, കണ്ടില്ലേ, അത് ഇവിടെ ഓരോ സ്ഥലത്തും നമ്മൾ നറുക്കെടുപ്പിൻ്റെ ബോക്സ് വെച്ചിട്ടുണ്ട്. 1000 രൂപയുടെ മുകളിൽ പർച്ചേസ് ചെയ്യുന്ന ഇവർക്ക് നമ്മൾ അവിടെ നിന്നൊരു സമ്മാന കൂപ്പൺ കൊടുക്കും. അതിൽ അവരുടെ ഡീറ്റെയിൽസ് എഴുതും, ബില്ലിൻ്റെ നമ്പർ എഴുതും. എന്നിട്ട് ഇത് ജില്ലാ ഫെയറുകൾക്ക് ഇത് കളക്ട് ചെയ്ത് നമ്മൾ അങ്ങോട്ട് അയച്ചു കൊടുക്കും. എന്നിട്ട് അതിൽ നറുക്കെടുപ്പിലൂടെ 1ാം സ്ഥാനം ലഭിക്കുന്നവർക്ക് ഒരു സ്വർണ്ണ നാണയം, 2ാം സ്ഥാനം ലാപ്ടോപ്പ് 3 പേർക്ക്, അതുപോലെ TV, അങ്ങനെ വിവിധ സമ്മാനങ്ങൾ കൊടുക്കുന്നുണ്ട്. ഇത് കൂടാതെ നമുക്ക് ഓരോ നിയോജക മണ്ഡലത്തിലും ഒരു ഫെയർ ഉണ്ട്. അതായത് നമ്മുടെ ഫെയർ എന്ന് പറഞ്ഞാൽ ഷൊർണൂരിൻ്റെ ഫെയർ വരുന്നത് കുളപ്പുള്ളിയാണ്. അവിടെ ദിവസേന നറുക്കെടുപ്പുണ്ട്. ആ ദിവസേന നറുക്കെടുപ്പിൽ ഒരു ദിവസത്തെ വിജയെ കണ്ടുപിടിച്ച് അവിടുത്തെ പ്രമുഖരായ ഒരാളെ കൊണ്ട് നറുക്കെടുപ്പിച്ച് അവർക്ക് ഒരു 250 രൂപ വില വരുന്ന ശബരി പ്രൊഡക്റ്റുകൾ സമ്മാനമായിട്ട് നൽകുന്ന പദ്ധതിയുണ്ട്. അതാണ് ഇപ്പോൾ നമ്മളെ പദ്ധതിയുമായി ബന്ധപ്പെട്ട്. പിന്നെ KSFEയുമായി ചേർന്ന് KSFEയിൽ 1000 രൂപയുടെ ഗിഫ്റ്റ് അവിടുത്തെ ആളുകൾക്ക് അവർ 1000 രൂപയുടെ ഗിഫ്റ്റ് ഇത് കൊടുക്കുന്നുണ്ട്. അതിവിടെ റിഡീം ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ സപ്ലൈകോ തന്നെ 500,000-ൻ്റെയും ഗിഫ്റ്റ് കാർഡുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് കൊടുക്കുന്ന ആളുകൾക്ക് ഇവിടെ റിഡീം ചെയ്യാൻ സാധിക്കും. അങ്ങനെ വിവിധ പദ്ധതികളിലൂടെ നല്ല രീതിയിലാണ് ഇപ്രാവശ്യത്തെ ഓണം സർക്കാർ നല്ല രീതിയിൽ തന്നെ ചെയ്യുന്നുണ്ട്. എല്ലാ ജില്ലകളിലും എല്ലാ മണ്ഡലങ്ങളിലും ഓണം ഫെയറുകളും സപ്ലൈകോ സംഘടിപ്പിച്ചിട്ടുണ്ട്. കൂടാതെ പഴയ കാലങ്ങളിൽ നിന്ന് മാറി സപ്ലൈകോ സ്റ്റോറുകളിൽ വന്ന മാറ്റങ്ങളിലും സാധനങ്ങളുടെ ഗുണമേന്മയിലും വിലക്കുറവിലും പൊതുജനങ്ങളും ഒരുപാട് ഹാപ്പിയാണ്. സാധനങ്ങൾ അത്യാവശ്യം എല്ലാ സാധനങ്ങളും ഉണ്ട്. ലാഭമുണ്ട്. സബ്സിഡിയിൽ ഒരുപാട് സാധനങ്ങൾ കിട്ടാണ്ട്. അതിന് പുറമെ മറ്റേ സാധനങ്ങളുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ സാധനങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ ഓണായിട്ടും ഒക്കെ നല്ല കാര്യമാണ്. അത്യാവശ്യം എല്ലാ സാധനങ്ങളും ഉണ്ട്. ഓണത്തിന് എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട്. ഞങ്ങൾ മേടിച്ചു. എല്ലാം നല്ല നേരം പോലെയൊക്കെ കിട്ടുന്നുണ്ട്. വിലക്കുറവ്, വെളിച്ചെണ്ണ വിലക്കുറവുണ്ട്. 340 അവർ തരുന്നത്. പുറത്തുനിന്ന് ആകുമ്പോൾ 480 ഉണ്ട്. അടിപൊളിയാണ്. പക്ഷേ കുറച്ച് നേരം വരിക്കും. അല്ലല്ല, പണ്ടത്തെ പോലെയൊന്നുമല്ല. ഇപ്പൊക്കെ സപ്ലൈക്കൊക്കെ മാറി. മറ്റേ കീശയൊക്കെ കൈ പിടിച്ച് തരണപ്പാന്നും വേണ്ടതൊക്കെ പാക്ക് ചെയ്തിട്ട് നേരെ തരും. ഉപഭോക്താക്കളിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് വമ്പൻ സമ്മാന പദ്ധതികളും സപ്ലൈകോ ഓണത്തിന്റെ ഭാഗമായി ഇത്തവണ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഓണക്കാലത്ത് പൊതുവിപണിയിലെ വിലക്കയറ്റം ഒരു പരിധിവരെ തടഞ്ഞു നിർത്താനും സപ്ലൈകോയുടെ ഇടപെടലിലൂടെ സാധിക്കുന്നു. ന്യൂസ് ബ്യൂറോ, ചെർപ്പളശ്ശേരി. ചെർപ്പളശ്ശേരിയിൽ ട്രാഫിക് പരിഷ്കരണം നടപ്പാക്കാൻ നഗരസഭ. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സ്വീകരിക്കാൻ ചൊവ്വാഴ്ച അവലോകന യോഗം ചേർന്നു.
നഗര നവീകരണ പ്രവൃത്തികളുടെ ഉദ്ഘാടനത്തിന് മുന്നോടിയായി പരിഷ്കാരം കൊണ്ടുവരാനാണ് ആലോചന. ചെർപ്പശ്ശേരിയിൽ നഗര നവീകരണം അവസാന ഘട്ടത്തിലാണ്. റോഡുകൾ വീതി കൂടി മികച്ചതായെങ്കിലും വലിയ ട്രാഫിക് പ്രശ്നങ്ങളാണ് നഗരത്തിലുടനീളം നേരിടുന്നത്. ഓണം എത്തിയതോടുകൂടി വലിയ ജനത്തിരക്കും ഇതിനെ തുടർന്നുള്ള ഗതാഗതക്കുരുക്കും നഗരത്തിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇത് പരിഹരിക്കുന്നതിനാണ് നഗരസഭയുടെ നേതൃത്വത്തിൽ ട്രാഫിക് അവലോകന യോഗം ചേർന്നത്. യോഗത്തിൽ ഓട്ടോ ടാക്സി തൊഴിലാളികൾ, വ്യാപാരി പ്രതിനിധികൾ, ബസ് ഉടമകൾ, ബസ് തൊഴിലാളികൾ, ചുമട്ടുതൊഴിലാളി യൂണിയൻ പ്രതിനിധികൾ, ടെമ്പോ തൊഴിലാളികൾ, ജനപ്രതിനിധികൾ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ടൗണിലെ അനധികൃത പാർക്കിംഗ് നിയന്ത്രിക്കാനും ഓട്ടോ സ്റ്റാൻഡുകളുടെ പുനഃക്രമീകരണം, ബസ് സ്റ്റോപ്പുകളുടെ ക്രമീകരണം തുടങ്ങിയ വിഷയങ്ങളിൽ നിർദ്ദേശങ്ങൾ ഉയർന്നു. സെപ്റ്റംബർ മാസത്തിൽ നടക്കുന്ന നഗര നവീകരണ ഉദ്ഘാടനത്തിന് മുന്നോടിയായി ട്രാഫിക് പരിഷ്കാരത്തിൽ അന്തിമരൂപം നടപ്പിലാക്കാനാണ് നഗരസഭ ലക്ഷ്യമിടുന്നത്. നഗരസഭ ചെയർമാൻ പി രാമചന്ദ്രൻ യോഗത്തിൽ അധ്യക്ഷനായി. വീണ്ടും യോഗം ചേർന്നാകും തുടർ നടപടികൾ കൈക്കൊള്ളുക. സെപ്റ്റംബർ മാസം ഒരു 20-ാം തീയതിയോട് കൂടി തീരുമെന്നാണ് ഇന്നും കിട്ടിയ വിവരം. ഒരു ലൈറ്റ് ഇടുന്നതുമായി ബന്ധപ്പെട്ട് ചെറിയ പ്രശ്നങ്ങൾ അവിടെ നിൽക്കുകയാണ്. അപ്പോൾ സെപ്റ്റംബർ മാസം അവസാനം അതിൻ്റെ ഉദ്ഘാടനം വേണമെന്നാണ് MLAയും ഗവൺമെൻറ്റും നഗരസഭയും ആഗ്രഹിക്കുന്നത്. അതിവർഷവും അങ്ങനെ സെപ്റ്റംബർ മാസം അവസാനമെങ്കിലും അതിൻ്റെ ഉദ്ഘാടനം ഉണ്ടാവും. ആ ഉദ്ഘാടനത്തോടു കൂടി എല്ലാ ട്രാഫിക് നിയമങ്ങളും പാലിച്ചുകൊണ്ട് ടൗൺ കൊണ്ടെടുക്കാൻ ചില സ്ഥലങ്ങളിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അത് പരിഹരിക്കണം. നമുക്ക് ചില സ്റ്റാൻഡുകൾ ക്രമീകരിക്കേണ്ടി വരും. അപ്പോൾ അത് എങ്ങനെയൊക്കെ വേണമെന്ന് അവരോട് ഓട്ടോ സ്റ്റാൻഡ് കാണിച്ചാലും മറ്റ് സ്റ്റാൻഡുകളൊക്കെ തന്നെ ക്രമീകരണം വരും. അതിൻ്റെ അപ്പുറം അതിന് മുമ്പ് വരുന്നൊരു നമുക്ക് നമ്മുടെ ബസ് സ്റ്റാൻഡ് അടയ്ക്കാൻ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി തീരുമാനിച്ച RTA അനുമതി ന്യൂട്രിക്കാണ്. അത് RTA അനുമതി കിട്ടുന്നതോടുകൂടി ഏത് നിമിഷം അത് തീരുമാനം വന്നാലും സെക്രട്ടറി പിറ്റേ ദിവസം അതടയ്ക്കും. മുൻകൂട്ടി ആലോചിച്ച് നടപ്പിലാക്കേണ്ടതായിരുന്നു. അതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. ഇനിയിപ്പോൾ ഒരു സമഗ്രമായ പരിഷ്കരണം നമ്മൾ ആലോചിച്ചാൽ തന്നെ ഈ തിരക്ക് പിടിച്ച വേളയിൽ അത് പൂർണ്ണ രീതിയിൽ നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സമയം നമ്മുടെ മുമ്പിലില്ല. കാരണം ഇന്ന് 10 ദിവസം കഴിഞ്ഞാൽ തിരുവോണം. വലിയ തിരക്കാണ് നമ്മുടെ നാട്ടിൽ, നഗരത്തിൽ അനുഭവപ്പെടാൻ വേണ്ടി പോകുന്നു. അപ്പോൾ വളരെ അടിയന്തരമായി കൊണ്ട് തന്നെ നാളെയോ മറ്റന്നാളോ ഇതിൻ്റെ ഇന്നത്തെ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ നഗരസഭ ഒരു തീരുമാനമെടുത്ത് അത് നമ്മുടെ പ്രദേശത്ത് ഇംപ്ലിമെൻ്റ് ചെയ്യണം. ഇപ്പം നിലവിൽ വലിയ പ്രതിസന്ധിയിലാണ് ഇപ്പോൾ വാഹനം ടൗണിലൂടെ കടന്നു പോകുന്നത്. അപകടങ്ങളില്ലാതെ ഓരോ ദിവസവും മുന്നോട്ട് പോകുന്നത് നമ്മുടെ എല്ലാം ഭാഗ്യമെന്ന് മാത്രമേ പറയാനൂ. ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ ബ്ലഡ് ബാങ്കിന് അനുമതിയായി. MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ ഉൾപ്പെടുത്തി 73.51 ലക്ഷം രൂപ ചെലവഴിച്ചാണ് ബ്ലഡ് ബാങ്ക് സജ്ജീകരിച്ചിട്ടുള്ളത്. ജനങ്ങളുടെ ദീർഘകാലത്തെ ആവശ്യമാണ് സാക്ഷാത്കരിക്കപ്പെട്ടത്. താലൂക്ക് ആശുപത്രിയിൽ ബ്ലഡ് ബാങ്കിനുള്ള അനുമതിയായി. MLAയുടെ വികസന ഫണ്ടിൽ ഉൾപ്പെടുത്തി 73.51 ലക്ഷം രൂപ ചെലവഴിച്ചാണ് ബ്ലഡ് ബാങ്ക് സജ്ജീകരിച്ചിരിക്കുന്നത്. സ്ഥാപനത്തിലെ നിലവിലുള്ള കെട്ടിടത്തിൽ ബ്ലഡ് ബാങ്കിന് ആവശ്യമായ ഉപകരണങ്ങളും ഭൗതിക സാഹചര്യ നവീകരണവും നടത്തിയാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. ഇതിനാവശ്യമായ ജീവനക്കാരെയും നിയമിച്ചിട്ടുണ്ട്. രക്തത്തോടൊപ്പം രക്തഘടകങ്ങളായ പ്ലേറ്റ്ലെറ്റ്സ്, പ്ലാസ്മ എന്നിവ സൂക്ഷിക്കുന്നതിനും രോഗികളുടെ ആവശ്യത്തിന് അനുസരിച്ച് വിതരണം ചെയ്യുന്നതിനുള്ള സൗകര്യവും ഉണ്ടായിരിക്കും. നിലവിൽ ജില്ലാ ആശുപത്രിയിലും മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രിയിലുമാണ് സർക്കാർ മേഖലയിൽ ജില്ലയിൽ ബ്ലഡ് ബാങ്ക് നിലവിലുള്ളത്. ഒറ്റപ്പാലത്ത് ഈ സൗകര്യം വരുന്നതോടെ ഒറ്റപ്പാലം താലൂക്കിലെയും പട്ടാമ്പി തുടങ്ങിയ സമീപ പ്രദേശങ്ങളിലെയും ആളുകൾക്ക് ഗുണപ്രദമാകും. കൂടാതെ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നതിനുള്ള അനുമതിയും ലഭ്യമാകും. നിലവിൽ രക്തം ആവശ്യത്തിനായി സ്വകാര്യ ആശുപത്രികളെയോ പാലക്കാട് ജില്ലാ ആശുപത്രിയെയോ സമീപിക്കേണ്ട സ്ഥിതിയാണ്. ഇടവേള. വാർത്തകൾ തുടരുന്നു. നിയമാനുസൃതം നോട്ടീസ് നടപടികൾ പൂർത്തിയാക്കാതെ ആലിപ്പറമ്പ് പഞ്ചായത്ത് ബോർഡ് യോഗം ചേർന്നത് അസാധുവാക്കണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്ത് സെക്രട്ടറി, ജോയിന്റ് ഡയറക്ടർ എന്നിവർക്ക് പഞ്ചായത്ത് അംഗം പരാതി നൽകി. 19-ാം വാർഡ് അംഗം ടി സഫ്വയാണ് പരാതി നൽകിയത്. ആലിപ്പറമ്പ് പഞ്ചായത്തിലെ പുന്നക്കോട് 19-ാം വാർഡ് അംഗമായ ടി സഫ്വാനയെ രേഖാമൂലം അറിയിക്കാതെയാണ് തിങ്കളാഴ്ച പഞ്ചായത്ത് ബോർഡ് യോഗം ചേർന്നത്. അംഗത്തെ അറിയിക്കാതെ ബോർഡ് യോഗം ചേർന്നത് പഞ്ചായത്ത് രാജ് ആക്ട് പ്രകാരം നിയമവിരുദ്ധമാണ്. ആയതിനാൽ തിങ്കളാഴ്ച ചേർന്ന ആലിപ്പറമ്പ് പഞ്ചായത്ത് ഭരണസമിതി യോഗം അസാധുവാക്കണമെന്നാവശ്യപ്പെട്ട്
പഞ്ചായത്ത് സെക്രട്ടറി, ജോയിന്റ് ഡയറക്ടർ, മലപ്പുറം LSGD എന്നിവർക്ക് സഫാന പരാതി നൽകി. ഇതേസമയം കഴിഞ്ഞ ദിവസം അയോഗ്യനാക്കിയ MP മജീദ് യോഗത്തിന് എത്തിയത് വിവാദമായി. മൊബൈലിൽ മെസ്സേജ് വന്നത് കാരണമാണ് യോഗത്തിന് വന്നതെന്നാണ് MP മജീദ് പറഞ്ഞത്. മജീദിനെ പുറത്താക്കാതെ യോഗ നടപടികൾ ആരംഭിക്കില്ലെന്നായിരുന്നു പ്രസിഡന്റിന്റെ നിലപാട്. സഫാനയ്ക്ക് രേഖാമൂലം കത്ത് നൽകാത്തതിനെ തുടർന്ന് ബോർഡ് യോഗം നടക്കാതായതോടെ അയോഗ്യനായ മജീദ് എത്തിയ പ്രശ്നം കാര്യമാക്കാതെ എല്ലാവരും പിരിയുകയായിരുന്നു. വിദ്യാർത്ഥി മരിച്ച വാഹനാപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ വിദ്യാർത്ഥിയുടെ ചികിത്സയ്ക്ക് പണം കണ്ടെത്താൻ നാടൊന്നിച്ചു. പെരിന്തൽമണ്ണ കക്കൂത്ത് നമ്പ്യാർപ്പടിയിലെ 18-കാരൻ ഷാറൂഖിന്റെ ചികിത്സയ്ക്ക് ഭീമമായ സംഖ്യയാണ് ആവശ്യം. ഷാറൂഖ് ചികിത്സാ സഹായ സമിതി പ്രവർത്തിക്കുന്നുണ്ട്. സഹായം അഭ്യർത്ഥിച്ച് സാമൂഹ്യ ജീവകാരുണ്യ പ്രവർത്തകൻ ഫിറോസ് കുന്നുംപറമ്പിൽ പെരിന്തൽമണ്ണയിൽ നേരിട്ടെത്തി. കഴിഞ്ഞ ഓഗസ്റ്റ് 3 വെട്ടത്തൂർ കാര്യവട്ടത്തുണ്ടായ കാർ അപകടത്തിലാണ് ഷാറൂഖിന് ഗുരുതരമായി പരിക്കേറ്റത്. ഷാറൂഖ് ഉൾപ്പെടെ 4 വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റിരുന്നു. അപകടത്തിൽ സിദാൻ മുഹമ്മദ് എന്ന വിദ്യാർത്ഥി മരണപ്പെട്ടിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ ഷാറൂഖിന് ചികിത്സയ്ക്ക് ഭീമമായ സംഖ്യ വേണം. ഷാറൂഖിനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നാടൊന്നിച്ചു. പെരിന്തൽമണ്ണ കേന്ദ്രീകരിച്ച് ഷാറൂഖ് ചികിത്സാ സഹായ സമിതി രൂപീകരിച്ച് പ്രവർത്തിച്ചു വരികയാണ്. VC അബ്ദുറഹ്മാൻ ചെയർമാനും പെരിന്തൽമണ്ണ ഹനഫി ജുമാ മസ്ജിദ് ഖത്തീബ് ജനറൽ സെക്രട്ടറിയും നഗരസഭ കൗൺസിലർ സലീം താമരത്ത് ട്രഷററുമായ ചികിത്സാ സഹായ സമിതി സുമനസുകളുടെ സഹായം തേടുകയാണ്. ജീവകാരുണ്യ പ്രവർത്തകൻ ഫിറോസ് കുന്നുംപറമ്പിൽ ഷാറൂഖിന് സഹായം അഭ്യർത്ഥിച്ച് പെരിന്തൽമണ്ണയിൽ നേരിട്ടെത്തി. ഷാറൂഖ് ചികിത്സാ സഹായ കമ്മിറ്റിയുടെ പേരിലുള്ള അക്കൗണ്ടും അതുപോലെ തന്നെ ഷാറൂഖിന്റെ ഉപ്പാടെയും ഉമ്മാടെയും പേരിലുള്ള ഷൗക്കത്തിന്റെയും ഷഹറാബാനുടെയും പേരിലുള്ള ഗൂഗിൾ പേയും പേടിഎമ്മും ഫോൺ പേയും എല്ലാം ഇതിന്റെ കൂടെ വെക്കുന്നുണ്ട്. വളരെ എമർജൻസി ആയിട്ട് 30 ലക്ഷം രൂപ കണ്ടെത്തണം. ഈ വീഡിയോ കാണുന്ന നിങ്ങളെല്ലാവരും നിങ്ങളുടെ ഫ്രണ്ട്സ്, ഫാമിലി ഗ്രൂപ്പുകളിലേക്കൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് ഈ ഒരു സംഖ്യ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഞങ്ങളോടൊപ്പം നിൽക്കണം. പാവപ്പെട്ട ഓട്ടോറിക്ഷ ഡ്രൈവറായിട്ടുള്ള ഒരു സഹോദരൻ്റെ മകനാണ് ഷാറൂഖ്. നിങ്ങൾ സഹായിച്ചാൽ മാത്രമാണ് ആ മകനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുള്ളൂ. എല്ലാവരും കൂടെ ഉണ്ടാവണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. വളാഞ്ചേരി മജ്ലിസ് കോളേജിലെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയാണ് 18 വയസ്സ് മാത്രം പ്രായമുള്ള ഷാറൂഖ്. പെരിന്തൽമണ്ണ മൗലാന ആശുപത്രിയിലാണ് ചികിത്സയിലുള്ളത്. പെരിന്തൽമണ്ണ ടൗൺ ജുമാ മസ്ജിദ് ഇമാം മുഹമ്മദ് അലി ഫൈസി അമ്പലക്കടവ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK മുസ്തഫ, മലപ്പുറം അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് NM മെഹറലി എന്നിവർ ഷാറൂഖിന്റെ ചികിത്സയ്ക്കായി സഹായം അഭ്യർത്ഥിച്ചു. ഷാരൂഖ് എന്ന കുട്ടി കഴിഞ്ഞ 2 ആഴ്ചയായി പെരിന്തൽമണ്ണ മൗലാന ആശുപത്രിയിൽ അപകടത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഗുരുതരമായ ഒരു അവസ്ഥയിൽ കഴിയുകയാണ്. വളരെ പാവപ്പെട്ട ഒരു കുടുംബാംഗമായ അദ്ദേഹത്തിൻ്റെ പിതാവ് ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ നാട്ടുകാരെല്ലാവരും ഈ 2 ആഴ്ചക്കാലം പരമാവധി ഞങ്ങളുടെ ലെവലിൽ എല്ലാ തരത്തിലും ചികിത്സാ സഹായം നൽകിയിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഇനിയും അദ്ദേഹത്തിൻ്റെ അസുഖം പൂർണ്ണമായി ഭേദമാകണമെന്നുണ്ടെങ്കിൽ ഏകദേശം 30 ലക്ഷത്തോളം രൂപ ഇനിയും ചെലവ് വരുമെന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ പാവപ്പെട്ട ഒരു കുടുംബാംഗമായ അദ്ദേഹത്തിൻ്റെ ആ ചികിത്സാ ചെലവ് നമ്മൾ നാട്ടുകാർ മാത്രം വിചാരിച്ചാൽ അത് തികയാത്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഇതുപോലെയുള്ള സന്ദർഭങ്ങളിൽ വലിയ ചികിത്സാ ചെലവ് കണ്ടെത്തി നമ്മുടെ കേരള പൊതുസമൂഹം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വളരെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്തിട്ടുണ്ട് എന്നുള്ളതുകൊണ്ട് ഫിറോസ് കുന്നുംപറമ്പിൽ പോലെയുള്ള വ്യക്തികളുടെ സഹായത്തോടു കൂടി നമുക്ക് ഈ ഷാരൂഖിൻ്റെ ചികിത്സ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാം. ഒരു ദിവസം നമ്മളെല്ലാവരും ഞെട്ടലുളവാക്കിക്കൊണ്ടുണ്ടായ ഒരു അപകടത്തിൽ നമ്മുടെ ഒരു സുഹൃത്ത് മരിച്ചു. ഒപ്പം യാത്ര ചെയ്തിരുന്ന നമ്മുടെ പെരിന്തൽമണ്ണ ടൗണിലെ ഷാരൂഖ് ഇപ്പോൾ പെരിന്തൽമണ്ണ മൗലാന ഹോസ്പിറ്റലിലെ ചികിത്സയിലാണ്. അദ്ദേഹത്തിനെ വളരെ പെട്ടെന്ന് തന്നെ നമ്മളെപ്പോലെ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മുടെ കൂടെ കൂട്ടാൻ വേണ്ടി നമുക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. അള്ളാഹുവിനെ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ആ ചെലവിലേക്ക് 30 ലക്ഷം രൂപയാണ് ഇപ്പോൾ ഏതാണ്ട് ഒരു എസ്റ്റിമേറ്റ് എന്നുള്ള നിലയ്ക്ക് ഡോക്ടർമാരും ബന്ധപ്പെട്ട ആളുകളും പറഞ്ഞിട്ടുള്ളത്. ഓട്ടോറിക്ഷ ഡ്രൈവറായ അദ്ദേഹത്തിൻ്റെ പിതാവ് ഷൗക്കത്തിനെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ സങ്കല്പിക്കാൻ പോലും കഴിയാത്ത വലിയ തുകയാണ് എന്നുള്ളത് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. നമ്മളെല്ലാവരും പലതുള്ളി പെരുവെള്ളം എന്നുള്ള നിലയ്ക്ക് സഹകരിച്ചാൽ മാത്രമേ ഈ വിഷയത്തിൽ ആ കുടുംബത്തിനെ നമുക്ക് സഹായിക്കാൻ പറ്റുകയുള്ളൂ. ആ കുട്ടിയെ നമുക്ക് തിരികെ സാധാരണ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുകയുള്ളൂ. പ്രിയമുള്ള സഹോദരന്മാരെ, വളരെ പ്രയാസമേറിയ വേദനാജനകമായ ഒരു സംഭവമാണ് പെരിന്തൽമണ്ണ പരിസരത്ത് ഉണ്ടായത്. അതിൽ ഒരു ചെറുപ്പക്കാരൻ, കൗമാരക്കാരൻ മരണപ്പെട്ടു. കൂടെ യാത്ര ചെയ്ത ഷാറൂഖ് എന്ന 18-കാരൻ ജീവിതത്തിൻ്റെ ഏറ്റവും സുന്ദരമായ സമയത്ത് വളരെ ക്രിട്ടിക്കലായിട്ടുള്ളൊരവസ്ഥയിൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഭീമമായ ഒരു തുക
സമ്പാദിക്കേണ്ടതുണ്ട്, സംഘടിപ്പിക്കേണ്ടതുണ്ട്. ഓട്ടോറിക്ഷ ഡ്രൈവറായ പിതാവിനെ സംബന്ധിച്ചിടത്തോളം അചിന്ത്യമായ, ഒരിക്കലും ചിന്തിക്കാൻ പോലും കഴിയാത്ത വലിയ തുകയാണത്. ഒരു വിഷമിക്കുന്ന, പ്രയാസപ്പെടുന്ന ഒരാളെ സഹായിക്കുക, അയാളുടെ വിഷമം അകറ്റുക എന്നത് കവിഞ്ഞ ഒരു സുഹൃതം ഇസ്ലാമിലില്ല. സുറൂറുൻ തുദ്ഖലുഹു അലാ മുസ്ലിം, ഏറ്റവും വലിയ പുണ്യകർമ്മങ്ങളിൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ എണ്ണിയത് ഒരു വിഷമിക്കുന്ന സഹോദരൻ്റെ മനസ്സിന് സന്തോഷം കുളിര് പകരുന്ന ഒരു പ്രവർത്തനം ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങളെക്കൊണ്ട് കഴിയുന്ന സഹായം, സാമ്പത്തിക സഹായം ആ സാധു കൗമാരക്കാരൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും നല്ല ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നിങ്ങൾ എല്ലാ രീതിയിലും സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയും. സാമൂഹ്യ സേവന പ്രവർത്തകൻ താമരത്ത് ഹംസു, പെരിന്തൽമണ്ണ സാന്ത്വനം കോർഡിനേറ്റർ കീഴിശ്ശേരി സലീം, ഷാരൂഖിനെ പഠിപ്പിച്ച അധ്യാപികമാർ ഉൾപ്പെടെയുള്ളവരും സഹായം ആവശ്യപ്പെട്ടു. ഞാൻ പ്രസന്റേഷൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ അധ്യാപികയാണ്. ഷാരൂഖ് 10ാം ക്ലാസ്സിൽ എൻ്റെ ക്ലാസ്സിലായിരുന്നു. അവൻ്റെ ക്ലാസ് ടീച്ചറും കൂടാതെ അവന് കെമിസ്ട്രി എന്ന വിഷയം പഠിപ്പിച്ച ടീച്ചർ എന്ന നിലയ്ക്ക് എൻ്റെ ക്ലാസ്സിലെ 35 കുട്ടികളിൽ ഒരു മിടുക്കനായ മോനായിരുന്നു ഷാരൂഖ്. വളരെ നല്ല സ്വഭാവമുള്ളൊരു കുട്ടിയായിരുന്നു. ഇത്രയും അധ്യാപകരെ സ്നേഹിക്കുന്നൊരു കുട്ടി ചിലപ്പോൾ ഞങ്ങളുടെ സ്കൂളിൽ ഉണ്ടോയെന്ന് തന്നെ എനിക്ക് സംശയമാണ്. ഞാനിപ്പോൾ ഷാരൂഖിനെ കാണാൻ സാധിച്ചില്ല. അച്ഛനമ്മേനെയും കണ്ടിരുന്നു. എല്ലാവർക്കും റിക്വസ്റ്റാണ് അവൻ്റെ ഈ ഫണ്ട് റേസിങ്ങിന് എല്ലാവരും സഹായിക്കണം. അതിൻ്റെ ചെയർമാൻ കക്കുത്ത് കുമരകുളം പള്ളി ചെയർമാൻ സെക്രട്ടറി VC കുഞ്ഞാപ്പയും, അനഫി പള്ളി സെക്രട്ടറി സാബിർ അതിൻ്റെ കൺവീനറും, വാർഡ് കൗൺസിലർ താമരത്ത് സലീം അതിൻ്റെ ട്രഷററുമാണ്. 30 ലക്ഷം രൂപയാണ് ഈ ആവശ്യത്തിന് വേണ്ടി നാം കണ്ടെത്തേണ്ടത്. ഈ വലിയ ദുരന്തത്തിൽ 18 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ്റെ ജീവൻ അന്ന് നഷ്ടപ്പെടുകയുണ്ടായി. ഈ ഷാരൂഖിൻ്റെ ജീവനെങ്കിലും എങ്ങനെയെങ്കിലും തിരിച്ചു പിടിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ആളുകളെല്ലാം ഇവിടെ ഒത്തുകൂടിയിട്ടുള്ളത്. തീർച്ചയായും ഫിറോസ് കുന്നുംപറമ്പ് ഇതിന് നേതൃത്വം നൽകാൻ തയ്യാറായി വന്നതിൽ ഇത് വിജയിക്കും എന്നുള്ള കാര്യത്തിൽ നമുക്കാർക്കും സംശയമില്ല. 30 ലക്ഷം രൂപയാണ് നമുക്ക് ഈ ആവശ്യത്തിലേക്ക് സ്വരൂപിക്കേണ്ടുള്ളത്. എല്ലാവരുടെയും സഹായവും ഉണ്ടാവണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. അനങ്ങനടി പാവുക്കോണം സ്വദേശിനിയുടെ വിവാഹം എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ മംഗല്യനിധിയിലൂടെ സഹായമൊരുക്കി വാണിയംകുളം ഒരുമ വെൽഫെയർ ട്രസ്റ്റ്. ആഗസ്റ്റ് 31-ന് വിവാഹവും 30-ന് കിടപ്പ് രോഗികൾക്കായി ഓണക്കിറ്റ് വിതരണവും നടക്കുമെന്ന് ഒരുമ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഹോട്ടലിലും വീട്ടുജോലിയും ചെയ്താണ് പെൺകുട്ടിയെ അമ്മ വളർത്തിയത്. 10ാം ക്ലാസ്സിനപ്പുറം പഠിപ്പിക്കാൻ കഴിഞ്ഞില്ല. ഒപ്പം അസുഖബാധിതയായ സഹോദരിയുമുണ്ട്. മകൾക്ക് വിവാഹം ശരിയായപ്പോൾ എന്തു ചെയ്യണമെന്നറിയാതെ മകളുടെ കൈപിടിച്ച് ഒരുമയുടെ ഓഫീസിലെത്തിയതാണ് അമ്മ. നിരാലംബരായ അച്ഛനില്ലാത്ത കുട്ടിക്ക് 5 പവൻ സ്വർണ്ണാഭരണങ്ങൾ അടക്കം നൽകി വിവാഹം നടത്തിക്കൊടുക്കാൻ ഒരുമ ഭാരവാഹികൾ തീരുമാനിക്കുകയായിരുന്നു. ഇതിനായി ഒരുമ ട്രസ്റ്റ് ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തനം തുടങ്ങി. ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ നിരവധി സഹായഹസ്തങ്ങൾ ഒരുമയോടൊപ്പം ചേർന്നു. 31-ന് നടക്കുന്ന വിവാഹ ചടങ്ങിലേക്ക് എല്ലാവരുടെയും പങ്കാളിത്തം പ്രതീക്ഷിക്കുന്നതായി ഒരുമ ഭാരവാഹികൾ അറിയിച്ചു. 30-ന് കിടപ്പ് രോഗികൾക്ക് 1500 രൂപ വില വരുന്ന ഓണക്കിറ്റും വിതരണം ചെയ്യും. അത്രയും ദയനീയമായ ഒരു അവസ്ഥയിലുള്ള അവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഒരുമ തയ്യാറാവുകയും വിവാഹം നടത്തി കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരുമ ട്രസ്റ്റ് തീരുമാനിക്കുക 5 പവൻ സ്വർണ്ണാഭരണങ്ങളും വിവാഹ സദ്യയും. അത് മാത്രമല്ല, നമ്മൾ ആ വീട് തന്നെ അവരെ നമ്മൾ ചേർത്ത് നിർത്തി എന്നുള്ളതാണ്. ആ വീട്ടിലെ പെയിന്റിംഗ് അടക്കം, ആ വീടിന് ആവശ്യമുള്ള വാതിലുകൾ, സംവിധാനങ്ങളൊക്കെ നമ്മൾ ഒരുക്കി കൊടുത്തിട്ട് ഈ ആഗസ്റ്റ് 31-ാം തീയതി പാവക്കോണത്ത് വെച്ചിട്ടാണ് കല്യാണം നടക്കുന്നത്. പാവക്കോണം ഒരു ശിവക്ഷേത്രത്തിൽ വെച്ചിട്ട് താലികെട്ടും, തൊട്ടടുത്തുള്ള മദ്രസ ഹാളിൽ വെച്ചിട്ടാണ് അതിന്റെ കല്യാണ സദ്യ. അല്ല, നമ്മുടെ വീട്ടിലെ ഒരു കുട്ടിയെ എങ്ങനെ കല്യാണം കഴിച്ചു കൊടുക്കുന്നു അത്തരത്തിൽ കല്യാണം കഴിച്ചു നല്ല വിപുലമായ സദ്യ ഒക്കെ ഒരുക്കി അത്രയും നമ്മുടെ പ്രശസ്തരായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ പ്രമുഖരായിട്ടുള്ള MLA, MP, അതുപോലെ പഞ്ചായത്ത് പ്രസിഡന്റ്, ജനപ്രതിനിധികളടക്കം ആ കുട്ടി അനാഥയല്ല, ഒരു സനാഥയാണ്. നമ്മുടെ ഈ ഒരുമയുടെ മുഴുവൻ അംഗങ്ങളും അവരോടൊപ്പം ഉണ്ട് എന്നൊരു മാതൃക കൂടെ കാട്ടിക്കൊടുക്കാൻ വേണ്ടിയാണ്. വാണിയംകുളം ഒരുമ വെൽഫെയർ ട്രസ്റ്റ് സെക്രട്ടറി PP സോമൻ, ട്രഷറർ P അബ്ദുൾ ഷുക്കൂർ, P അക്ബർ അലി, PS രവീന്ദ്രൻ, VK സിദ്ദിഖ്, TJ ജോസഫ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. പ്രശസ്ത ചിത്രകാരനും ശില്പിയും പെരിങ്ങോട് ഹൈസ്കൂളിലെ ചിത്രകലാ അധ്യാപകനുമായിരുന്ന ആർട്ടിസ്റ്റ് ഗണപതിയുടെ ഓർമ്മയ്ക്കായി ശിഷ്യരുടെ കലാകൂട്ടായ്മയായ ഗണപത് ഏർപ്പെടുത്തിയ ഗണപത് ചിത്രകലാ പുരസ്കാരം പ്രശസ്ത ചിത്രകാരിയും കലാനിരൂപകയുമായ ഡോക്ടർ കവിത ബാലകൃഷ്ണന് സമ്മാനിക്കും. കേരളീയ ചിത്രകലയ്ക്ക് നൽകിയ സമഗ്ര സംഭാവന പരിഗണിച്ചാണ് കവിതയ്ക്ക് പുരസ്കാരം നൽകുന്നതെന്ന് കൂട്ടായ്മ ഭാരവാഹികൾ പട്ടാമ്പിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ദേശീയവും അന്തർദേശീയവുമായ സമകാലിക കലയെ വരകൊണ്ടും വാക്കുകൾ കൊണ്ടും അടയാളപ്പെടുത്തുന്ന ചിത്രകാരിയും ഗവേഷകയുമാണ് കവിത ബാലകൃഷ്ണനെന്ന് കൂട്ടായ്മ ഭാരവാഹികൾ പറഞ്ഞു.
28 വൈകിട്ട് പട്ടാമ്പി GMLP സ്കൂളിൽ നടക്കുന്ന 3ാമത് ഗണപതി മാസ്റ്റർ അനുസ്മരണ പരിപാടിയിൽ കോഴിക്കോട് സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ P. രവീന്ദ്രൻ പുരസ്കാരം സമ്മാനിക്കും. മുഹമ്മദ് മുഹസിൻ MLA അനുസ്മരണം ഉദ്ഘാടനം ചെയ്യും. ഗുരുവായൂർ ചുമർചിത്ര പഠന കേന്ദ്രം റിട്ടയർഡ് പ്രിൻസിപ്പൽ ഡോക്ടർ KU കൃഷ്ണകുമാർ അനുസ്മരണ പ്രഭാഷണം നടത്തും. കുട്ടികൾക്കായി നടത്തിയ അഖില കേരള പെയിന്റിംഗ് മത്സര വിജയികൾക്കുള്ള സമ്മാനദാനവും ചടങ്ങിൽ നടക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ഉള്ള വളരെ പ്രഗത്ഭനായ ചിത്രകാരനാണ് ഗണപതി മാസ്റ്റർ. അദ്ദേഹം വരയ്ക്കുക മാത്രമല്ല, ധാരാളം ശില്പങ്ങളും ചെയ്യുകയുണ്ടായിരുന്നു. അടുത്തുള്ള നമ്മുടെ ചുറ്റുപാടുമുള്ള അമ്പലങ്ങളിൽ, പൊതു ഇടത്ത് ഒക്കെ തന്നെ വലിയ ശില്പങ്ങൾ ചെയ്യാൻ ശേഷിയുള്ള നല്ല ചിത്രകലാ അധ്യാപകനായിരുന്നു ഗണപതി മാസ്റ്റർ. പേരിങ്ങോട് സ്കൂളിൽ ഇപ്പോഴും നിങ്ങൾക്ക് പോയി നോക്കിയാൽ അവിടുത്തെ ഒരു അന്തരീക്ഷം കണ്ടാൽ അത് ബോധ്യപ്പെടും. മാഷയുടെ ഓർമ്മ നിലനിർത്തുന്നതിന് വേണ്ടി ഞങ്ങൾ കഴിഞ്ഞ 3 വർഷമായി ഗണപത് ചിത്രകലാ പുരസ്കാരം നൽകി വരുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഓർമ്മ ദിനത്തിൽ അനുസ്മരണ സമ്മേളനവും നടത്തി വരാറുണ്ട്. 1ാമത്തെ വർഷം നമ്മൾ വട്ടനാട് സ്കൂളിൽ വെച്ചിട്ടാണ് ചെയ്തത്. അന്ന് അക്കിത്തം നാരായണനാണ്, അദ്ദേഹം പാരീസിലാണ് ജീവിക്കുന്നത്, അവാർഡ് കൊടുത്തത്. വളരെ ലോകപ്രശസ്തനായ ചിത്രകാരനാണ്, നമ്മുടെ അക്കിത്തത്തിൻ്റെ അനിയൻ. കഴിഞ്ഞ വർഷം നമ്മൾ അവാർഡ് കൊടുത്തത് മദനാണ്, മാതൃഭൂമിയിലെ മദനാണ്, ഇല്ലസ്ട്രേറ്റർ. അദ്ദേഹം പെരിങ്ങോട് വന്നു. പെരിങ്ങോട് ഇഷ്ടംപോലെ അറിയണ ആളാണ്, മാഷെ അറിയണ ആളാണ്. പെരിങ്ങോട് വെച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ തവണത്തെ പരിപാടി. രാവിലെ മുതൽ ചിത്ര പ്രദർശനവും ഒരുക്കിയിട്ടുണ്ട്. സംഘാടക സമിതി കൺവീനർ PN പരമേശ്വരൻ, ഗണപത് പ്രസിഡന്റ് വേണുപാലൂർ, സെക്രട്ടറി VM ബഷീർ, ശശി കോതച്ചിറ, MA വേണു, മണികണ്ഠൻ പുന്നക്കൽ, രാജേഷ് കരിങ്ങനാട് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ചെത്തല്ലൂരിൽ ഇത്തവണയും ഗണേശോത്സവം വർണ്ണാഭമായി ആഘോഷിക്കും. 3 ദിവസങ്ങളിലായി നടക്കുന്ന ചടങ്ങുകൾ പിന്നണി ഗായിക വൈക്കം വിജയലക്ഷ്മി ഉദ്ഘാടനം ചെയ്തു. ഗണപതി ഭഗവാനേ മറുകനീയൻ അറിവിൻ പതിയാ ഹരനുടെ തിരുമകനേ ശ്രീ ഹരനുടെ തിരുമകനേ തിങ്കളാഴ്ച രാത്രിയോടെ ചെത്തല്ലൂരിലെ ഗണേശോത്സവത്തിന് അരങ്ങുണർന്നു. തുടർന്നുള്ള 3 നാളുകളിൽ വിവിധ കലാപരിപാടികളും സിനിമാ താരങ്ങളും പങ്കെടുക്കും. 3 ദിവസത്തെ ചടങ്ങുകൾ പിന്നണി ഗായിക വൈക്കം വിജയലക്ഷ്മി ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ ഗണേശോത്സവം വലിയ പങ്ക് വഹിച്ചിട്ടുണ്ടെന്ന് ഹിന്ദു ഐക്യവേദി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് വത്സൻ തില്ലങ്കേരി പറഞ്ഞു. അന്ന് സ്വാതന്ത്ര്യബോധത്തിനു വേണ്ടിയായിരുന്നു ഇത് നടത്തിയിരുന്നത്. ഗണേശോത്സവത്തിലൂടെ ശക്തി കൂടി നേടാൻ വേണ്ടിയായിരുന്നു. ഭക്തി, ഗണേശ ഭക്തിയുണ്ട്, പക്ഷെ സാമാജികമായ ശക്തിയും കൂടി വേണം. അങ്ങനെ ഭക്തിയും ശക്തിയും രണ്ടും ഒരുമിച്ച് ചേർത്തുകൊണ്ട്, യുവത്വ കരുത്തും ചേർത്തുകൊണ്ട്, ഒരുമയുടെ പെരുമയെ സംഘടിപ്പിച്ചുകൊണ്ട് ഈ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഊടും പാവും ചേർന്ന മഹത്തായ ആഘോഷമായി ഗണേശോത്സവത്തെ മാറ്റുകയായിരുന്നു. ഗണേശോത്സവ സമിതി പ്രസിഡന്റ് TP അഖിൽദേവ് അധ്യക്ഷനായി. സെക്രട്ടറി രാമകൃഷ്ണൻ സിന്ധു, MR രാജേഷ്, വിജയകുമാർ, സതീഷ്, സത്യൻ, വലിയങ്ങാട്ടിൽ ശിവൻ, അനന്തകൃഷ്ണൻ ദേവി കൃപ, V മുരളി, രാജേന്ദ്രപ്രസാദ്, മോഹനൻപിള്ള തുടങ്ങിയവർ പങ്കെടുത്തു. SSLC, +2 പരീക്ഷകളിൽ വിജയിച്ച വിദ്യാർത്ഥികളെ ആദരിച്ചു. വൈക്കം വിജയലക്ഷ്മിയുടെ ട്രെൻഡിംഗ് സോങ് അരങ്ങിനെ ആവേശത്തിലാക്കി. പട്ടാമ്പിയിൽ കൃഷി സാങ്കേതിക വിദ്യാ ദിനാചരണം സംഘടിപ്പിച്ചു. മുഹമ്മദ് മുഹസിൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. പട്ടാമ്പി കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ വെച്ചാണ് കൃഷി സാങ്കേതിക ദിനാചരണം സംഘടിപ്പിച്ചത്.
കാർഷിക സർവകലാശാലയുടെ വിവിധ ടെക്നോളജികൾ കൃഷിയിടത്തിൽ പ്രാവർത്തികമാക്കിയ കർഷകരെ ചടങ്ങിൽ ആദരിച്ചു. മുഹമ്മദ് മൂസിൻ MLA ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. സാങ്കേതികമായി പുതിയ നൂതന രീതികൾ കർഷകരിലേക്ക് വേഗത്തിൽ എത്തുമ്പോഴാണ് അതിന്റെ റിസൾട്ട് ഉണ്ടാവുകയും പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിക്കുകയും കർഷകരുടെ പ്രശ്നങ്ങൾ ഒരു പരിധിവരെ പരിഹരിക്കാനും കഴിയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ എക്സ്റ്റൻഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗമായിട്ട് കൂടി വളരെ കൃത്യമായി ഈ പ്രവർത്തനങ്ങൾ നടത്തുക എന്നതിനു വേണ്ടിയാണ് ഇങ്ങനെ സാങ്കേതിക വിദ്യ ദിനം മാത്രമല്ല ഇങ്ങനൊരു അഗ്രികൾച്ചറൽ നോളേജ് സെന്റർ എന്ന് പറയുന്ന സംവിധാനം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി അധ്യക്ഷയായി. ഡോക്ടർ പി രാജി, ഡോക്ടർ KV സുമിയ, അറുമുഖ പ്രസാദ്, N ഷീല, K വൃന്ദ, ഡോക്ടർ ഷൺമുഖ സുന്ദരൻ തുടങ്ങിയവർ സംസാരിച്ചു. ഓണത്തെ വരവേൽക്കാൻ പൂക്കളൊരുക്കിയ കുടുംബത്തെ വായനശാല ആദരിച്ചു. പെരിന്തൽമണ്ണ മുള്ളിയാർ കുറിശിയിലെ കല്ലമ്പള്ളിയാലുള്ള കൃഷിയിടത്തിൽ പൂക്കളും പച്ചക്കറിയുമൊക്കെ ഒരുക്കിയ കൊലോത്തൊടി കൃഷ്ണൻ ലീല ദമ്പതികളെ MT മമ്മി ഹാജി സ്മാരക വായനശാലയാണ് ആദരിച്ചത്. വീണ്ടും ഒരു പൊന്നോണക്കാലം എത്തിയിരിക്കുകയാണ്. പന്നിശല്യമടക്കമുള്ള ഭീഷണികളെ മറികടന്ന് ഓണത്തെ വരവേൽക്കാനായി പെരിന്തൽമണ്ണയ്ക്കടുത്തെ മുള്ളിയാകുറിശിയിലെ കോക്കാടുള്ള കൃഷിയിടത്തിൽ പൂക്കളും പച്ചക്കറിയും ഒരുങ്ങി. കോലത്തൊടി കൃഷ്ണൻ ലീല ദമ്പതികളാണ് ഓണത്തിന് പൂവിടാൻ പൂക്കളൊരുക്കിയത്. ഈ കാർഷിക ദമ്പതികളെ MT മമ്മി ഹാജി സ്മാരക വായനശാലയുടെ ആഭിമുഖ്യത്തിൽ ആദരിച്ചു. 2 വർഷത്തോളമായി ഇവർ ചെണ്ടുമല്ലി കൃഷി ചെയ്തു വരുന്നു. വിളവെടുത്ത പൂക്കൾ സമീപ പ്രദേശങ്ങളിലെ മാർക്കറ്റുകളും വിവിധ സ്കൂളുകളും വഴിയാണ് വിതരണം ചെയ്യുന്നത്. ഈ കാർഷിക മികവിനെ മനസ്സിലാക്കി അർഹമായ അംഗീകാരം നൽകിയതിലൂടെ പുതിയ കാലത്തെ കാർഷിക പ്രസക്തിയുടെ സന്ദേശമാണ് MT മമ്മി ഹാജി സ്മാരക വായനശാല നൽകുന്നത്. KM ഫിറോസ് ഖാൻ ദമ്പതികളെ പൊന്നാട അണിയിച്ചു. സംസ്കാര സാഹിതി മഞ്ചേരി നിയോജകമണ്ഡലം കൺവീനർ മൊയ്തീൻ പൂന്താനം ഉപഹാരം നൽകി. MT മുഹമ്മദ്, കാപ്പിൽ നബ്ഹാൻ, MT ആരിബ്, MT ആയിറ എന്നിവർ പങ്കെടുത്തു. ഒരു ഇടവേള കൂടി. വാർത്തകൾ തുടരുന്നു. വാണിജ്യ വാർത്തകൾ. മണ്ണാർക്കാട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന അർബൻ ഗ്രാമീൺ സൊസൈറ്റി ഗോൾഡ് ലോണിന്റെ പുതിയ ശാഖ എടത്തനാട്ടുകര കോട്ടപ്പള്ളിയിലെ KSHM കോംപ്ലക്സിൽ പ്രവർത്തനം ആരംഭിച്ചു. N ഷംസുദ്ദീൻ MLA സ്ഥാപനം ഉദ്ഘാടനം ചെയ്തു. ക്യാഷ് കൗണ്ടറിന്റെ ഉദ്ഘാടനം KTDC ചെയർമാൻ PK ശശി നിർവഹിച്ചു. 5 വർഷത്തോളമായി മണ്ണാർക്കാട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന UGS ഗോൾഡ് ലോണിന് പാലക്കാട്, തൃശൂർ, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലായി 21 ശാഖകളുണ്ട്. 22ാമത്തെ ശാഖയാണ് എടത്തനാട്ടുകര കോട്ടപ്പള്ളയിൽ KSHM കോംപ്ലക്സിൽ അത്തന്നാളിൽ പ്രവർത്തനം ആരംഭിച്ചത്. N ഷംസുദ്ദീൻ MLA ശാഖ ഉദ്ഘാടനം ചെയ്തു. KTDC ചെയർമാൻ PK ശശി ക്യാഷ് കൗണ്ടറിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. എടത്തനാട്ടുകര പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റിക്ക് UGSന്റെ ധനസഹായം ചടങ്ങിൽ കൈമാറി. ജനങ്ങളുടെ വിശ്വാസവും ചിട്ടയായ ഇടപാട് രീതിയുമാണ് 5 വർഷം കൊണ്ട് കേരളത്തിനകത്തും പുറത്തും സ്ഥാപനം വളരാൻ കാരണമായതെന്ന് N ഷംസുദ്ദീൻ MLA പറഞ്ഞു. 5 കൊല്ലം കൊണ്ട് അസൂയാവഹമായ നേട്ടങ്ങൾ വെട്ടിപ്പിടിക്കാൻ അജിതിനും സംഘത്തിനും സാധിച്ചിട്ടുണ്ട്. ഇവിടെ സൂചിപ്പിച്ച പോലെ 5 കൊല്ലം മുമ്പ് മണ്ണാർക്കാട് കോവിഡ് കാലത്തിന്റെ കെടുതികൾക്കിടയിലാണ് ഈ ഒരു ധനകാര്യ സ്ഥാപനം തനിക്ക് ധനകാര്യ സ്ഥാപനങ്ങളിൽ പ്രവർത്തിച്ചുള്ള പരിചയം കൈമുതലാക്കി പിന്നെ കുറെ വിഷൻ, കുറെ കാഴ്ചപ്പാടുമായി ഈ അജിത്ത് എന്ന ചെറുപ്പക്കാരൻ കടന്നു വന്നു. 5 കൊല്ലം മുമ്പ് മണ്ണാർക്കാട് ഒരു സ്ഥാപനം തുടങ്ങി. പിന്നീട് അത് നമ്മുടെ മണ്ഡലത്തിൽ ഉൾപ്പെടെ വിവിധ സ്ഥലങ്ങളിലേക്ക് വ്യാപിച്ച് ഇവിടെ പറഞ്ഞ പോലെ തൃശ്ശൂരും മലപ്പുറവും എറണാകുളവും ഇനി ഈ സംസ്ഥാനത്തിന്റെ അതിരുകൾ കടന്ന് കർണാടകയിലേക്കും പോവുകയാണ്. അതോടൊപ്പം തന്നെ ഈ പ്രസ്ഥാനത്തെ വിവിധ സ്റ്റേറ്റുകൾ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയാക്കി രൂപപ്പെടുത്താനും രജിസ്ട്രേഷൻ സമ്പാദിക്കാനും ഒക്കെ അജിത്തിന് സാധിച്ചിട്ടുണ്ട്. UGSന്റെ സഹായം കൊണ്ട് നിരവധി ആളുകൾ മണ്ണാർക്കാട് രക്ഷപ്പെട്ടിട്ടുണ്ടെന്ന് KTDC ചെയർമാൻ PK ശശി പറഞ്ഞു. ഇവിടെ MLA പറഞ്ഞല്ലോ 5 കൊല്ലക്കാലം കൊണ്ടാണ്
ഇങ്ങനെ ഒരു 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 വലിയ മൂവ്മെന്റായി UGS ഗ്രൂപ്പ് മാറിയത്. ഇപ്പൊ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ആ മേഖലയിലേക്ക് കൂടി കോപ്പറേറ്റീവ് സെക്ടറിലേക്ക് കൂടി കടക്കുകയാണ്. ആ രൂപത്തിലേക്ക് ഇത് വളർന്ന് വികാസം പ്രാപിച്ചിട്ടുണ്ട് എങ്കിൽ ആളുകൾക്ക് ഇത് വിശ്വാസത്തോടു കൂടി സമീപിക്കാൻ സാധിക്കുന്ന ഒരു ധനകാര്യ സ്ഥാപനം എന്ന രൂപത്തിൽ അവർ ഇതിനെ സ്വീകരിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണിത്. UGS ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ അജിത് പാലാട്ട് അധ്യക്ഷനായി. അലനല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP സജന സത്താർ മുഖ്യാതിഥിയായിരുന്നു. UGS ജനറൽ മാനേജർ അഭിലാഷ് പാലാട്ട്, AGM ഹരിപ്രസാദ്, PRO K ശ്യാംകുമാർ, ഓപ്പറേഷൻ മാനേജർ രാജീവ്, സെയിൽസ് മാനേജർമാരായ ശാസ്ത പ്രസാദ്, ഷമീർ അലി, ഫിനാൻസ് മാനേജർ ഹരീഷ്, ഓഡിറ്റർ ഫൈസൽ അലി, HR അനു മാത്യു, ബ്രാഞ്ച് മാനേജർ NP ഫൈസൽ, വിവിധ ബ്രാഞ്ച് മാനേജർമാർ, ജീവനക്കാർ, ജനപ്രതിനിധികൾ, രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക രംഗത്തെ പ്രമുഖർ തുടങ്ങിയവർ സന്നിഹിതരായി. കൃഷിക്ക് ഏറെ പ്രാധാന്യമുള്ള പ്രദേശമായതിനാൽ കർഷകർക്ക് കൂടുതൽ ഗുണപ്രദമാകുന്ന രീതിയിൽ അവരുടെ സമ്പാദ്യങ്ങളും നിക്ഷേപങ്ങളും സ്വരൂപിക്കുന്നതിന് സൗകര്യമൊരുക്കുക എന്നതാണ് ലക്ഷ്യമെന്ന് UGS ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ അജിത് പാലാട്ട് അറിയിച്ചു. നല്ല രീതിയിലുള്ളൊരു ബിസിനസ് പൊട്ടൻഷ്യൽ മാർക്കറ്റാണ് എടത്തനാട്ടുകര എന്ന് പറയുന്ന ചെറിയ ഗ്രാമമാണെങ്കിലും കാർഷിക മേഖലയ്ക്ക് വളരെയധികം സപ്പോർട്ട് കൊടുക്കുന്ന സ്കീമുകളാണ് ഞങ്ങളിവിടെ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. കാർഷിക സ്വർണ്ണപ്പണയ വായ്പ 4% കൊടുക്കുന്നുണ്ട്. അതുപോലെ 7% നിരക്കിൽ കിസാൻ സ്വർണ്ണപ്പണയ വായ്പ, അതുപോലെ നിക്ഷേപങ്ങൾക്ക് നല്ല രീതിയിലുള്ള റിട്ടേൺസ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അതുപോലെ വ്യാപാര മേഖലയെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഡെയിലി തവണ വ്യവസ്ഥയിൽ തിരിച്ചടവ് എന്നുള്ള രീതിയിൽ കൊടുക്കുന്ന 2 പവൻ സ്വർണ്ണത്തിന് 2 ലക്ഷം രൂപ വരെ ഞങ്ങൾ കൊടുക്കുന്ന വായ്പയാണ്. അപ്പോൾ ഇതെല്ലാം കാർഷിക മേഖലയും വ്യാപാര മേഖലയും ഒക്കെ ചെറുകിട വ്യാപാര മേഖലയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള എല്ലാ ലോൺ സ്കീമുകളും നിക്ഷേപ സ്കീമുകളും ഒക്കെ ഞങ്ങൾ എടത്തനാട്ടുകര ബ്രാഞ്ചിൽ ഈ ഓണത്തോടനുബന്ധിച്ച് ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരിക്കൽ കൂടി പറയുകയാണ്, UGSന്റെ ഓണസമ്മാനം എന്ന് പറയുന്നത് എല്ലാ നിക്ഷേപങ്ങൾക്കും, എല്ലാ ലോണുകൾക്കും, എല്ലാ ഗോൾഡ് ലോണുകൾക്കും ഞങ്ങളുടെ ഓണക്കൂടിയാണ്. ലളിതവും സുതാര്യവുമായ നടപടിക്രമങ്ങളിലൂടെ ബിസിനസ്സുകാർക്ക് 2 പവൻ സ്വർണത്തിന് 2 ലക്ഷം രൂപ വരെ നൽകുന്ന സമൃദ്ധി പ്ലസ് വായ്പാ പദ്ധതി സ്ഥാപനത്തിലുണ്ട്. ഇത് ദിവസ തവണകളായി അടയ്ക്കാവുന്നതാണ്. സ്ഥിര നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതവും ഉറപ്പു നൽകുന്നു. 12.5% ഫിക്സഡ് ഡെപ്പോസിറ്റ് നിരക്ക്. സ്വർണ്ണവിലയുടെ 90% വരെ വായ്പ ലഭ്യമാകും. കാർഷിക വായ്പകൾ 4% നിരക്കിലും 7% നിരക്കിൽ കിസാൻ ഗോൾഡ് വായ്പാ പദ്ധതിയുമുണ്ട്. 11.85% പലിശ നിരക്കിൽ കാരുണ്യ ഗോൾഡ് ലോൺ, 13.5% പലിശ നിരക്കിൽ കാരുണ്യ പ്ലസ് ഗോൾഡ് ലോൺ, 6% പലിശ നിരക്കിൽ ഗോൾഡ് ഫിക്സഡ് ഡെപ്പോസിറ്റ് സ്കീം തുടങ്ങിയ പദ്ധതികളുമുണ്ട്. 4 മാസം കൃത്യമായി RD അടയ്ക്കുന്നവർക്ക് ബിസിനസ് ലോൺ സൗകര്യം നൽകുന്ന റെക്കറിംഗ് ഡെപ്പോസിറ്റ്, സേവിംഗ് ഡെപ്പോസിറ്റ് തുടങ്ങിയ നിക്ഷേപ പദ്ധതികളും UGS നൽകുന്നു. മറ്റ് ബാങ്കുകളിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് UGSന്റെ സ്ഥാപനത്തിലേക്ക് മിതമായ പലിശ നിരക്കിൽ പണയം മാറ്റിവെക്കാനും സഹായിക്കും. സ്വയം തൊഴിൽ സംരംഭകർക്കും സ്ത്രീ കൂട്ടായ്മകൾക്കുമായി മഹിളാ ജ്യോതി മൈക്രോ ഫിനാൻസ് സ്കീമും 2500, 5000, 10000 തുടങ്ങിയ മാസത്തവണകളിലുള്ള UGS സമ്പാദ്യ പദ്ധതി ചിട്ടികളുമുണ്ട്. മറ്റു വാർത്തകൾ. ഈ വർഷവും മുടങ്ങാതെ ചെർപ്പുളശ്ശേരി സർവീസ് സഹകരണ ബാങ്കിന്റെ ഓണച്ചന്ത. കർഷക ഭവനിൽ ആരംഭിച്ച ഓണച്ചന്ത P മമ്മിക്കുട്ടി MLA ഉദ്ഘാടനം ചെയ്തു. 1700 രൂപയ്ക്ക് 21 ഇനങ്ങൾ അടങ്ങിയ കിറ്റും ചന്തയിൽ ലഭ്യമാണ്. നേന്ത്രക്കായ കിലോയ്ക്ക് 45 രൂപയിലാണ് നൽകുന്നത്. കർഷകരിൽ നിന്നും നേരിട്ട് സംഭരിക്കുന്ന പച്ചക്കറികളും പലവ്യഞ്ജനങ്ങളും മാർക്കറ്റ് വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ ഉപഭോക്താക്കൾക്ക് നൽകിയാണ് ചെർപ്പുളശ്ശേരി സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ ഓണച്ചന്ത വർഷാവർഷങ്ങളിൽ നടന്നുവരുന്നത്. ഇക്കൊല്ലത്തെ ഓണച്ചന്ത ബാങ്കിന്റെ കർഷക ഭവനിൽ അത്തന്നാളിൽ ആരംഭിച്ചു. രാവിലെ നടന്ന ചടങ്ങിൽ P മമ്മിക്കുട്ടി MLA ഓണച്ചന്തയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. മികച്ച കർഷകരെയും കർഷക തൊഴിലാളികളെയും ചടങ്ങിൽ ആദരിച്ചു. ഈ വർഷത്തെ മികച്ച കർഷകൻ വനിതാ കർഷക ജാനകി. അടുത്തത് മികച്ച നെൽ കർഷകൻ, മികച്ച ക്ഷീര കർഷകൻ കുട്ടി കർഷക ദിനേശ്. ഞാൻ ഏറ്റുവാങ്ങാതൊന്നുമില്ലല്ലോ. ഈ സർവീസ് സഹകരണ ബാങ്കിനെ പുതിയ തലമുറ ബാങ്കുകളാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള പരിശ്രമമാണ് ഇപ്പം നടത്തുന്നത്. സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരിശോധിക്കുമ്പോൾ ഈ പ്രദേശത്തുള്ള ഈ ബാങ്കിൻ്റെ പരിധിക്ക് അകത്ത് വരുന്ന എല്ലാതരം ആളുകൾക്കും എല്ലാ മേഖലയിലുള്ള ആളുകൾക്കും
അവർക്ക് സാമ്പത്തികമായ ആവശ്യങ്ങൾ വന്നാൽ അത് പരിഹരിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ടെന്നാണ്. 1700 രൂപയ്ക്ക് 21 ഇനങ്ങളടങ്ങിയ ചെർപ്പശ്ശേരി സർവീസ് സഹകരണ ബാങ്കിന്റെ ഓണക്കിറ്റ് ബുധനാഴ്ച മുതൽ ലഭ്യമാകും. ബാങ്ക് പ്രസിഡന്റ് ഷാജി പാറയ്ക്കൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി സൗമ്യ കെ, മുൻ ബാങ്ക് പ്രസിഡന്റ് കെ ബാലകൃഷ്ണൻ, കെ നന്ദകുമാർ, സഹകരണ ഹോസ്പിറ്റൽ ചെയർമാൻ കെ പി സുഭാഷ്, ബാങ്ക് വൈസ് പ്രസിഡന്റ് രാജൻ തുടങ്ങിയവരും മറ്റ് ഡയറക്ടർമാരും ചടങ്ങിൽ പങ്കെടുത്തു. ഓണം പ്രമാണിച്ച് പുതിയ വായ്പാ പദ്ധതികളും ബാങ്ക് നടപ്പാക്കിയിട്ടുണ്ട്. 4% പലിശ നിരക്കിൽ ഗോൾഡ് ലോൺ, കുടുംബശ്രീ അംഗങ്ങൾക്ക് 10,000 രൂപ വായ്പാ പദ്ധതിയും ബാങ്ക് ഇടപാടുകാർക്ക് സമ്മാന പദ്ധതിയും ബാങ്ക് നൽകി വരുന്നു. വാണിയംകുളം മനശ്ശേരി തൃക്കങ്ങോടിൽ വീട്ടുവളപ്പിൽ കുഴിച്ചിട്ട 3 ലിറ്റർ ചാരായം പിടികൂടി. ഒറ്റപ്പാലം റേഞ്ച് എക്സൈസും റവന്യൂ ഡിപ്പാർട്ട്മെന്റും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് ചാരായം കണ്ടെത്തിയത്. പറളശ്ശേരി കുമാരന്റെ വീട്ടുവളപ്പിൽ നിന്നാണ് 3 ലിറ്റർ ചാരായം പരിശോധനയിൽ കണ്ടെത്തിയത്. സുനിൽകുമാറിനെ പ്രതി ചേർത്ത് കേസെടുത്തു. ഒറ്റപ്പാലം റേഞ്ച് ഇൻസ്പെക്ടർ എ വിപിൻ ദാസ്, ഡെപ്യൂട്ടി തഹസിൽദാർ സതീഷ്, എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡ് എൻ പ്രേമാനന്ദകുമാർ, അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ സുദർശനൻ നായർ, പ്രിവന്റീവ് ഓഫീസർ ഗ്രേഡ് മോഹനൻ, പ്രേംകുമാർ, രാജേഷ് കുമാർ, അർച്ചന, ലൂക്കോസ് തുടങ്ങിയവർ റെയ്ഡിൽ പങ്കെടുത്തു. ആനമങ്ങാട് 2 ഭാഗങ്ങളിലായി 2 പെരുമ്പാമ്പുകളെ പിടികൂടി. പാമ്പുകളെ വനം വകുപ്പ് അധികൃതർക്ക് കൈമാറി. ആനമങ്ങാട് 2 ഇടങ്ങളിലാണ് പെരുമ്പാമ്പുകളെ കണ്ടെത്തിയത്. മണലായ തിരുത്തിൽത്തോട് ജനവാസ മേഖലയിൽ പെരുമ്പാമ്പിനെ കണ്ടെത്തി. 2 മീറ്ററോളം നീളം വരുന്ന ഈ പെരുമ്പാമ്പിനെ സ്വകാര്യ വ്യക്തിയുടെ വളപ്പിൽ തൊഴിലുറപ്പ് തൊഴിലാളികളാണ് കണ്ടത്. മണലായ മെറ്റാലിക്ക ക്ലബ്ബ് പ്രവർത്തകരും മലപ്പുറം ജില്ലാ ട്രോമാ കെയർ പെരിന്തൽമണ്ണ സ്റ്റേഷൻ യൂണിറ്റ് വളണ്ടിയർമാരും ചേർന്ന് പെരുമ്പാമ്പിനെ പിടികൂടി. ആനമങ്ങാട് ആലിക്കൽ ഹൈദരാലിയുടെ വീടിനടുത്തുള്ള റബ്ബർ തോട്ടത്തിലും പെരുമ്പാമ്പിനെ കണ്ടെത്തി. ആനമങ്ങാട് AUP സ്കൂളിലെ അധ്യാപിക രഹനയും പിതാവ് ഹൈദരലിയും ചേർന്ന് പെരുമ്പാമ്പിനെ വനംവകുപ്പ് അധികൃതർക്ക് ഏൽപ്പിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ആഡംബര കാറുകളിൽ കഞ്ചാവ് കടത്ത്. മണ്ണാർക്കാട് സ്വദേശികളായ 4 യുവാക്കൾ വാളയാറിൽ അറസ്റ്റിൽ. 25 കിലോ കഞ്ചാവ് പിടികൂടി. ഒറ്റപ്പാലത്ത് വ്യാപാരിയെ ആക്രമിച്ച കേസിൽ 4 യുവാക്കൾ പിടിയിൽ. സാമ്പത്തിക ഇടപാടിനെ ചൊല്ലിയുള്ള തർക്കത്തിൽ യുവാവിനെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി മർദ്ദിച്ച കേസിൽ 4 പേർ പെരിന്തൽമണ്ണയിൽ അറസ്റ്റ്. ഓണത്തെ വരവേറ്റ് സപ്ലൈകോയും. വെളിച്ചെണ്ണ ഉൾപ്പെടെയുള്ള സബ്സിഡി സാധനങ്ങൾ എത്തിയതോടെ സപ്ലൈകോ സ്റ്റോറുകളിൽ തിരക്കേറി. എല്ലാ ജില്ലകളിലും ഓണം ഫെയറുകൾക്കും തുടക്കം. ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ ബ്ലഡ് ബാങ്കിന് അനുമതി. രക്തം വിതരണം ചെയ്യുന്നതിനും ദാനം ചെയ്യുന്നതിനും സൗകര്യമുണ്ടാകും. നടപ്പായത് ദീർഘകാലത്തെ ജനങ്ങളുടെ ആവശ്യം. ചെർപ്പുളശ്ശേരിയിൽ ട്രാഫിക് പരിഷ്കരണം നടപ്പാക്കാൻ നഗരസഭ. നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും സ്വരൂപിക്കാൻ യോഗം വിളിച്ചു. നഗര നവീകരണം ഉദ്ഘാടനത്തിന് മുന്നോടിയായി പരിഷ്കാരം നടപ്പാക്കിയേക്കും. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.